ഏതെങ്കിലും ഓൺലൈൻ ബെറ്റോ അതുപോലെ ഓൺലൈൻ ഗെയിമിങ്ങോ പണം വെച്ചുകൊണ്ടുള്ള എല്ലാ ചൂതാട്ടങ്ങളും ഓൺലൈനായിട്ടുള്ള ചൂതാട്ടങ്ങളും നിയമപരമായിട്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിങ്ങിന് ഇനി ആരെങ്കിലും അതിനുള്ള സർവീസ് നൽകുകയാണെങ്കിൽ ആ കമ്പനികളൊക്കെ, കമ്പനി ആയാലും ഇൻഡിവിജ്വൽ ആയാലും, ഒരു 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയുമാണ്. ഏതെങ്കിലും അതുപോലുള്ള അഡ്വർടൈസ്മെന്റുകൾ, അത് പ്രൊമോട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് പോലും ഇനി ശിക്ഷയാണ്. അത് കാണിക്കുന്ന ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ TV ചാനലോ ഉണ്ടെങ്കിൽ അവർക്കും 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും. അതുപോലെ തന്നെ ഏതെങ്കിലും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പണം സർക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് സഹായിക്കുകയാണെങ്കിൽ അവർക്കും 3 വർഷം തടവും അതുപോലെ തന്നെ 1 കോടി രൂപ വരെ പിഴയും ഈടാക്കും. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ നിയമ പ്രാബല്യം വരുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഓൺലൈൻ ഗെയിമുകളെല്ലാം നിരോധിച്ചു എന്ന് അർത്ഥമില്ല. ബില്ലിന്റെ ആരംഭം തന്നെ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ എന്നാണ്. ഓൺലൈൻ ഗെയിമുകളെ ഈ ബില്ല് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആളുകൾക്ക് മാനസികോല്ലാസം നൽകുന്ന തരത്തിലുള്ള എല്ലാ ഗെയിമുകളും, ഈ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗെയിമുകൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മനുഷ്യനെ നല്ല രീതിയിലാക്കുന്ന ഗെയിമുകളെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓൺലൈനിലൂടെ വാതുവെപ്പ്, ബെറ്റ്, അതുപോലെ തന്നെ പണം ഉപയോഗിച്ചുള്ള ചൂതാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നിരോധിച്ചിട്ടുള്ളത്. അങ്ങനെ അത് നിയമപരമായിട്ട് അതിനെ ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കിയിട്ട് ആണ് ഈ ശിക്ഷ, അതുപോലെ തന്നെ 3 വർഷം ശിക്ഷയും അതുപോലെ തന്നെ 1 കോടി രൂപ പിഴയും ഈടാക്കാവുന്ന തരത്തിൽ വന്നിരിക്കുന്നത്.